നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇൻ്റർ മയാമിയിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം ആരാധകർക്കിടയിൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ പോവുകയാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നമ്മുടെ തൊട്ടരികിലെത്തി നിൽക്കുമ്പോൾ വീണ്ടും ചില മാധ്യമങ്ങളെങ്കിലും നെയ്മർ ടു ഇൻ്റർ മയാമി എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻ്റർ മയാമിയിൽ നിന്ന് ജോഡി ആൽബയും അതുപോലെ ബുസ്കറ്റ്സും ഒക്കെ പോകുന്നു. സോ ഹൈ പ്രൊഫൈൽ പ്ലെയേഴ്സ് പോവുകയാണ്. പകരം അതുപോലെ നെയ്മറെ പോലെയുള്ള ആളെ കൊണ്ടുവരുമോ എന്നതാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഡിയാരിയോ സ്പോർട്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളതാണ് പരിശോധിക്കുന്നത്. എങ്ങനെയാണ് നെയ്മർ ലിയോ മെസ്സിക്കും ലൂയിസ് സുവാരസിനുമൊപ്പം ഇൻ്റർ മയാമിയിൽ ജോയിൻ ചെയ്യില്ല. കാരണം ഇപ്പോൾ ഇൻ്റർ മയാമി പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരു നമ്പർ 9 സ്ട്രൈക്കറെയും അതുപോലെ സെൻറ്റർ ബാക്കിനെയുമാണ്. സോ MLS ക്ലബ്ബായിട്ടുള്ള ഇൻ്റർ മയാമി അറ്റ്ലീസ്റ്റ് 2026 വേൾഡ് കപ്പ് കഴിയും വരെയെങ്കിലും നെയ്മർ ജൂനിയറെ അവരുടെ ടീമിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ശ്രമങ്ങൾ നടത്തില്ല എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. ഇൻ്റർ മയാമി MSN റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ആ രൂപത്തിൽ മയാമി വീണ്ടും ഓളമുണ്ടാക്കുമെന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ സന്തോഷം പകരുന്ന ഒന്നായിരിക്കും. എന്നാൽ നിലവിൽ MLS കപ്പിൻ്റെ ഫൈനലിലേക്കൊക്കെ എത്തി നല്ല രൂപത്തിൽ നിൽക്കുന്ന ടീമായിട്ടുള്ള ഇൻ്റർ മയാമിക്ക് ഇനി വേണ്ടത് അവരുടെ ടീമിലെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ചില പൊസിഷൻസ് ഉണ്ട്. ഇപ്പോൾ ബുസ്കറ്റ്സും ആൽബയും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ നഷ്ടം നികത്തേണ്ടതുണ്ട്. അതുകൂടാതെ ലൂയിസ് സുവാരസിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് എല്ലാ മത്സരങ്ങളിലും അത്രയധികം പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ കളിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പകരക്കാരൻ എന്ന രൂപത്തിൽ ഒരു നമ്പർ 9 സ്ട്രൈക്കറെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് അവർ പോകുന്നത്. പിന്നെ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് താരത്തെ എത്തിക്കാനും അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മർ ജൂനിയറെ എത്തിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇൻ്റർ മയാമി എന്തായാലും പിന്മാറിയിട്ടുണ്ട്. ഏതായാലും ഇത് മീഡിയയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒന്നാണ്. ഇപ്പോൾ നിലവിൽ അവരുദ്ദേശിക്കുന്നത് 2026 വേൾഡ് കപ്പ് വരെയുള്ള സമയത്തെങ്കിലും നെയ്മർ ജൂനിയറെ എത്തിക്കില്ല എന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഹാവിർ മഷ്റാനോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബുസ്കറ്റ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ആൽബയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തൻ്റെ മുൻ സഹതാരങ്ങളെ പരിശീലിപ്പിച്ചു വരുന്ന കൂട്ടത്തിലേക്ക് നെയ്മറെ കൂടി ആഡ് ചെയ്യാനുള്ളൊരു അവസരമാണ് അദ്ദേഹത്തിന് ഇവിടെ നഷ്ടമാകുന്നത്. എന്തായാലും വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം വേറെയാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സമയത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും. 34 വയസ്സൊക്കെ ആ സമയത്ത് നെയ്മർ ജൂനിയർക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ തുടർച്ചയായിട്ടുള്ള പരിക്കിൻ്റെ പ്രശ്നങ്ങൾ നെയ്മർക്കുണ്ട്. അതെല്ലാം മറികടന്ന് അദ്ദേഹം വേൾഡ് കപ്പിലൊക്കെ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ആ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.